റീനാസ് കിച്ചൺ. ഞാൻ ഇന്നൊരു സാലഡാണ് ചെയ്യുന്നത്. ഇതൊരു ഹെൽത്തി സാലഡാണ്. പിന്നെ ഇപ്പം നമ്മൾ ഡയറ്റ് ചെയ്യുകയാണെങ്കിലും പിന്നെ വല്ല ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഒക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാലഡാണ്. ഇതിൽ സവാളയില്ല, പകരം ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, കിവി ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കിവി ഇട്ടാൽ ടേസ്റ്റ് ഉണ്ട്. ആപ്പിള്, പിന്നെ ഒരു കുക്കുംബർ, പിന്നെ ക്യാബേജ് ഇത്രയൊന്നും വേണ്ട, ഇത്രയുള്ള ഒരു ചെറിയ പീസ് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ പിയർ ഉണ്ടെങ്കിൽ ഇട്ടാൽ കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ആപ്പിൾ നമുക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പമല്ലേ. കുക്കുംബർ, ക്യാരറ്റ്, തക്കാളി, ക്യാബേജ് ഇത്ര ഉണ്ടെങ്കിലും ചെയ്യാം. പിയർ ഇല്ലെങ്കിലും പ്രശ്നമില്ല. പിന്നെ ആപ്പിൾ എടുക്കുമ്പോൾ ഭയങ്കര ഈ പൊടിനൂറുള്ള ആപ്പിൾ എടുക്കാതെ കുറച്ച് നല്ല കട്ടിയുള്ള ചെറിയ പുള്ളിയുള്ള ആപ്പിൾ എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അപ്പോഴാണ് ഈ സാലഡിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ക്യാരറ്റും ക്യാബേജും ആപ്പിളും കുക്കുംബറും ഇട്ട് ഉണ്ടാക്കിയാലൊക്കെ നല്ലതാണ്, നല്ല സാലഡാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലൈം ജ്യൂസ് ഒഴിക്കണം. ഇതിനൊരു സീസണിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും. നമ്മൾ നോർമലി സാലഡിലിടുന്ന അത്ര ഉപ്പ് ഇടൂല, പെപ്പർ പൗഡർ ഇടൂല. ഒരു ലൈമിൻ്റെ പുളി ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ളുപ്പും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും മാത്രമേ ഇടുള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് തൊലി കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. ക്യാബേജും ക്യാരറ്റും ഞാൻ നല്ല പൊടിയായിട്ട് ചോപ്പറിലിട്ടാണ് കട്ട് ചെയ്യാറ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത്ര വേണ്ട കേട്ടോ. ക്യാബേജ് ഇങ്ങനെ ഒരു ചെറിയ പീസ് മതി, ഒരു കുഞ്ഞു പീസ്, ഇങ്ങനത്തെ ഒരു ക്വാർട്ടർ പീസ് മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് നിങ്ങൾ സാലഡ് ഉണ്ടാക്കണ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എൻ്റെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി എങ്ങനെ അരിയണമെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ തക്കാളിയുടെ കുരു ഉണ്ടല്ലോ, അങ്ങനെ വെള്ളമുള്ള ഭാഗം മൊത്തം നമ്മളെടുത്ത് കളയാം. സ്പൂൺ കൊണ്ട് കളഞ്ഞിട്ട് മാക്സിമം വെള്ളം ഇതിൽ നിന്ന് കളയാം. എന്നിട്ട് ചെറിയ പീസസ് ആയിട്ടാണ് നമ്മൾ തക്കാളി അരിയാം. ഈ വെള്ളത്തോടുകൂടി അരിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ സാലഡിൻ്റെ ഫ്രഷ്നെസ്സും കൂടെ നഷ്ടപ്പെടും. അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി കുഴഞ്ഞിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഉള്ളിൽ ഇങ്ങനെ അരിയണ കാണിച്ചു തന്നത്. ഇപ്പോൾ തക്കാളി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കിയേ, ഞാൻ ബാക്കിയൊക്കെ ഈ ക്യാരറ്റും ക്യാബേജും ഉണ്ടല്ലോ, ഞാൻ എളുപ്പത്തിന് ചോപ്പറിൽ അരിഞ്ഞതാണ്. പക്ഷേ ഇതുപോലെ പൊടിയായിട്ട് അരിയണതാണ് എനിക്ക് ഈ സാലഡിന് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള. പിന്നെ ബാക്കിയെല്ലാം ഞാൻ കൈ കൊണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യം ഒഴിക്കാനുള്ള ലൈമും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ഇടാം. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഗസ്റ്റ് വരുമ്പോഴാണ് ഈ സാലഡ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടല്ലോ, ഒരിക്കലും ഇത് നേരത്തെ മിക്സ് ചെയ്ത് വെക്കരുത്. കഴിക്കണ സമയത്തേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറേ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതെല്ലാം ആ സമയത്ത് അരിയാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു പാടില്ല. ഇത് അരിഞ്ഞിട്ടുണ്ടല്ലോ ബോക്സുകളിലാക്കിയിട്ട് വെച്ചാൽ മതി. ബോക്സിലാക്കിയിട്ട് നമ്മുടെ ക്യാരറ്റും ഈ എല്ലാ വെജിറ്റബിൾസും കൂടെ അരിഞ്ഞിട്ട് ബോക്സിലാക്കി വെച്ചാൽ നമുക്ക് ഈ സാലഡ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലൈം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഭക്ഷണം സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും എടുത്തിട്ടൊരു ബൗളിൽ മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ലൈമും പെപ്പറും, ഉപ്പ് അധികം ഇടരുത് കേട്ടോ, കാരണം ഇതിൽ ഫ്രൂട്ട്സിന് ഒരുപാട് മധുരമുള്ളതല്ല, ചെറിയ പുളിയുള്ള ഫ്രൂട്ട്സാണ് നമ്മൾ ഇടണം. പക്ഷെ എന്നാലും നമ്മൾ ഒരുപാട് ഉപ്പിട്ടാൽ ഇതിൻ്റെ സാലഡ് ടേസ്റ്റ് പോയി. ആ ചെറിയൊരു മധുരം ചെറിയൊരു പുളിയൊക്കെ വേണം, അത് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം ഉപ്പിടണ്ട. വളരെ കുറച്ച് പെപ്പർ പൗഡർ, ഉപ്പ്, ലൈം ജ്യൂസ് ഇത് ഇടാം. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സാലഡ്. ഇപ്പോൾ ഞാൻ കാണിച്ച അത്രയും മെഷറിലുള്ള ഫ്രൂട്ട്സ് അത്ര അരിഞ്ഞിട്ടില്ല, കാരണം ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ രണ്ടാൾക്ക് വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ട് അത്രയും ഫുള്ളായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ആയി പോകണോണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും ഹാഫ് ഫ്രൂട്ട്സ് വെച്ചിട്ട് എടുത്തിട്ടാണ് അരിഞ്ഞിട്ടാണ് ഇത് മിക്സ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ സാലഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പിയർ വേണമെങ്കിൽ ആഡ് ചെയ്യുക, പിയർ നല്ലതാണ്. പിന്നെ ഞാൻ പറയില്ല, ഇതൊന്നും ഇല്ലെങ്കിലും കിവി ഒന്നും ഇല്ലെങ്കിലും ആപ്പിളും ക്യാരറ്റും ക്യാബേജും വേണമെങ്കിൽ തക്കാളി ഇട്ട് മാത്രം ആഡ് ചെയ്യുക. സവാള ഇതിൽ ചേർക്കണ്ട. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഒരു വെറൈറ്റി സാലഡാണ്. നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യണവർക്കും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ ചൂടായല്ല നമ്മുടെ കാലാവസ്ഥ, അപ്പം ചൂടായതുകൊണ്ട് നമ്മൾ കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാൻ ഉള്ള സമയമല്ലേ, ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ. അപ്പോൾ ഇങ്ങനെ സാലഡ്സ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സാലഡാണ്. ഞാൻ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.